എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് പി കെ ബഷീർ MLA. വന്യമൃഗ ആക്രമണങ്ങളിൽ ആളുകൾ മരിച്ചാൽ ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ തല ഊരുകയാണെന്നും പി കെ ബഷീർ MLA കുറ്റപ്പെടുത്തി. വന്യജീവി ആക്രമണം ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും വന്യജീവികൾ ഇറങ്ങി മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഇതിന് അടിയന്തര നടപടി സ്വീകരിക്കണം. ഒന്നാമത് സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല. ഇതിലിപ്പോ ഇന്നലെ ഊർങ്ങാട്ടി പഞ്ചായത്തിന്റെ മണ്ഡലത്തിൽ ഓടക്കയത്തുണ്ടായ പ്രശ്നം എന്താ? അവിടെ ഫെൻസിങ് 7 കിലോമീറ്ററിൽ ഫെൻസിങ് ഇല്ല. അതുപോലെ തന്നെ ഹാങ്ങിങ് കമ്പിവേദ്യം അതും ഇല്ല. ഒന്നിനും ഫണ്ട് കൊടുക്കുന്നില്ല. എല്ലാം അടിയന്തരമായി തീരുമാനം എടുക്കുന്നു പറയും. ആളുകൾ മരിച്ചാൽ അപ്പോൾ ഒരു ധനസഹായം പ്രഖ്യാപിക്കുക എന്നല്ലാതെ വേറെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിനുള്ള ഒരു നടപടി സർക്കാരുണ്ട്. ഇപ്പൊ വയനാട്ടിലെ കടുവ എത്ര ദിവസമായി? ആ കടുവനെ പിടിക്കാൻ എന്തെങ്കിലും അടിത്തണം. ഇപ്പോഴാണ് പറയുന്നത് നരഭോജി ആ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് കൊടുക്കാന്ന് പറയുന്നത്. ഇങ്ങനെ ആളുകൾക്ക് ഒരു ഭീതിജനകപരമായ ഒരു അവസ്ഥയല്ലേ. എല്ലാ സ്ഥലത്തും തന്നെ ആളുകളെ വളരെയധികം പ്രയാസപ്പെട്ടിട്ടും ആ കാര്യത്തിന് ഒരു തീരുമാനം സർക്കാർ ഒക്കെ ഒരു നിസ്സംഗത. ഫോറസ്റ്റിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കണം എന്നുള്ളൂ, അല്ലാതെ ജനങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള ഒരു താല്പര്യമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി 5 മുതൽ 9 വരെ. ഫെബ്രുവരി 5-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 6:30 ഉത്സവ കൊടിയേറ്റ്. തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യ കലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം. 7 മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. സംവിധാനം ഗിരീഷ് നടുവത്ത്. ഫെബ്രുവരി 6-ാം തീയതി രാവിലെ 8 മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ. വൈകുന്നേരം 6:30 കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി. 7 മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക. ഫെബ്രുവരി 7-ാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി. തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ. ഫെബ്രുവരി 8-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് പ്രസാദ ഊട്ട്. സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ. തുടർന്ന് കുംഭാട്ടം, കാവടിയാട്ടം. അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി. വൈകുന്നേരം 4 മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം, കാവടിയാട്ടം, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം. പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ, നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി. രാത്രി 9 മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി, കുചേലവൃത്തം. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു.